അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറ്റവും ആദരണീയ അധ്യക്ഷ, പ്രിയപ്പെട്ട സ്വാദ ടീച്ചർ, സക്കീന ടീച്ചർ, ഹബീബ ടീച്ചർ, ലൈല ടീച്ചർ തുടങ്ങിയിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാരെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിച്ച് ജീവിക്കണമേ എന്ന് ഈ അവസരത്തിൽ എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സർവശക്തനായ റബ്ബ് നമുക്കെല്ലാവർക്കും നൽകിയ ഏറ്റവും വലിയ ഭാഗ്യം നമ്മളൊക്കെ മുസ്ലിങ്ങളാണ് എന്നുള്ളതാണ്. ആ പരമമായ ഭാഗ്യത്തെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ പാലിച്ച് ജീവിച്ചുകൊണ്ട് നിർബന്ധമായും മരണം നാളെ കൺമുൻപിലേക്ക് കടന്നു വരുമ്പോൾ മനസ്സ് പതറിപ്പോകാതെ, നാവിടറിപ്പോകാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിച്ചു പോകുവാനുള്ള ഭാഗ്യം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആസിയ, മറിയം വനിതകൾക്ക് അല്ലെങ്കിൽ ലോകവിശ്വാസികൾക്ക് മാതൃക എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുവാനുള്ളത്. എൻ്റെ മുമ്പത്തെ പ്രഭാഷണം മക്കളെ വളർത്തുമ്പോൾ മാതാപിതാക്കൾക്ക് വിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ വിശ്വാസം വെളിച്ചമാകേണ്ടത് എങ്ങനെയെന്ന് വളരെ കൃത്യമായി അലി ഷാക്കിർ മുണ്ടേരി വിശദീകരിക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ലജ്ജ നഷ്ടപ്പെട്ട ഈ സമൂഹത്തെ സംബന്ധിച്ച് അവരിലുള്ള ഒരുപാട് അപജയങ്ങളെക്കുറിച്ചും വളരെ വിശദമായിട്ട് അദ്ദേഹം പറയുകയുണ്ടായി. നമ്മൾ അറിയേണ്ടത്, വിശ്വാസം ഉള്ളിൽ സ്പർശിച്ചിട്ടില്ലാത്ത കേവല വിശ്വാസികളാണ് ഇന്ന് നമുക്ക് ചുറ്റിലുമുള്ള മുസ്ലിം സമൂഹം എന്നുള്ളതാണ്. നാം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും അത് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ പുതിയ സമൂഹത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, എല്ലാ കാര്യത്തിനും പുതിയ മക്കൾക്ക് വൈബ് കിട്ടണം. കുറച്ച് ദിവസം മുമ്പ് കല്യാണം കഴിഞ്ഞ് 2 ആഴ്ച പോലും തികയുന്നതിന് മുമ്പ് വീട്ടിലേക്ക് തിരിച്ചു വന്ന് ഞാനിനി അവൻ്റെ കൂടെ ജീവിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി മാതാപിതാക്കൾ നോക്കുമ്പോൾ യാതൊരു പ്രശ്നവുമില്ല, നല്ലൊരു ആൺകുട്ടിയാണ്, അവന് നല്ല ജോലിയുണ്ട്, നല്ല ശമ്പളമുണ്ട്, ദീനിയായിട്ട് നല്ല ചിട്ടയോടെ ജീവിക്കുന്ന ആൺകുട്ടിയും കുടുംബവുമാണ്, യാതൊരു തരത്തിലുമുള്ള ബുദ്ധിമുട്ട് ആ വീട്ടിലില്ല. പിന്നെ എന്താണ് മോളെ നിന്റെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ കൂടെ ജീവിക്കുമ്പോൾ എനിക്കൊരു വൈബ് കിട്ടണില്ല എന്നാണ് മോള് പറഞ്ഞത് എന്നാണ് ഉമ്മ പറയുന്നത്. ഇതാണ് പുതിയ കാലഘട്ടം. അവിടെയാണ് വിശ്വാസം ആഴ്ന്നിറങ്ങിയ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആനിന്റെ വക്താക്കളായ ഞാനും നിങ്ങളും മുന്നിട്ടിറങ്ങേണ്ടത്. അവിടെയാണ് ആസിയ ബീവിയുടെയും മറിയം ബീവിയുടെയും ചരിത്രം പ്രസക്തമാകുന്നത്. വിശ്വാസം ഉൾക്കൊണ്ടപ്പോ അവരിലുണ്ടായ അത്ഭുതകരമായ മാറ്റത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമുക്കറിയാം ആരായിരുന്നു ആസിയ ബീവി. ഫിർഔനിന്റെ ഭാര്യ എന്ന് പറയുമ്പോൾ രാജ്ഞിയാണ്. ഭൂമിയിലെ രാജകൊട്ടാരത്തിലെ ഏറ്റവും സുഖലോലുഭമായ ജീവിതം ലഭിക്കപ്പെട്ട വ്യക്തിത്വമാണ്. യാതൊന്നിനും കുറവുകളില്ല. പക്ഷേ മൂസ അലൈഹിസ്സലാമിന്റെ പ്രബോധനത്തിൽ നിന്ന് വിശ്വാസം ഉൾക്കൊണ്ട് കടന്നു വന്ന ആസിയ ബീവി ഉള്ളിലേക്ക് വിശ്വാസം ആഴ്ന്നിറങ്ങിയപ്പോ തനിക്ക് ഭൂമിയിൽ ലഭിക്കപ്പെട്ട ഈ രാജകൊട്ടാരത്തിലെ സുഖലോലുഭമായ ജീവിതത്തെ വേണ്ടെന്ന് വെക്കാൻ ഒരു നിമിഷം പോലും അവർക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല അവർക്കറിയാം, മൂസായുടെ റബ്ബിൽ ഞാൻ വിശ്വസിച്ചു എന്ന് പ്രഖ്യാപിക്കുന്ന നിമിഷം ഫിർഔൻ കഠിനകഠോരമായ ക്രൂരതകൾ അവർക്ക് മേൽ അഴിച്ചുവിടുമെന്ന് അവർക്ക് ദൃഢനിശ്ചയമുണ്ട്. എന്നിട്ടും പതറിപ്പോകാതെ അവർ തന്റെ വിശ്വാസത്തെ പ്രഖ്യാപിക്കുകയാണ്.
ഇനി എനിക്ക് ഈ സുഖലോലുപമായ ജീവിതം വേണ്ടെന്ന് വെക്കുകയാണ്. അവരെയാണ് ലോകത്താകമാനമുള്ള വിശ്വാസികൾക്കും മാതൃകയായിക്കൊണ്ട് അള്ളാഹു ഉദാഹരണമായി എടുത്തു പറഞ്ഞ ആദ്യത്തെ വനിത. അള്ളാഹു പറയുന്നു, ഫിർഔനിന്റെ ഭാര്യ എന്നാണ് അള്ളാഹു വിശേഷിപ്പിച്ചത്. ഹദീസിലാണ് പേര് ആസിയ ബീവിയാണ് എന്ന് നമ്മൾ അറിയുന്നത്. അവരെ അള്ളാഹു ലോകത്താകമാനമുള്ള വിശ്വാസികൾക്ക് ഉപമയായി കൊണ്ടെടുത്ത് വിവരിക്കുകയാണ്. എന്താണ് അവര് പറഞ്ഞത്? അല്ലാഹുവേ, ഞാൻ ഈ ഭൂമിയിലെ സുഖലോലുപമായ ജീവിതത്തെ ഉപേക്ഷിക്കുമ്പോ പകരം എനിക്ക് വേണ്ടത് നിന്റെ അടുക്കല് ഒരു വീടാണ് റബ്ബേ. സ്വർഗത്തില് നിന്റെ അടുക്കൽ ഒരു ഭവനം എനിക്ക് വേണം. നമ്മൾ ഉൾക്കൊള്ളണം. അത് സ്വർഗം മാത്രല്ല ചോദിച്ചത്, അള്ളാഹുവിന്റെ അയൽപ്പക്കത്തെ ചോദിച്ചിരിക്കുകയാണ്. അതാണ് അള്ളാഹുവോടുള്ള സ്നേഹം. അപ്രകാരം അള്ളാഹുവിനെ സ്നേഹിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അള്ളാഹുവിനെ അപ്രകാരം സ്നേഹിക്കാൻ സാധിച്ചവർക്ക് മാത്രമേ കൃത്യമായിട്ട് സ്വർഗത്തെ ആഗ്രഹിക്കാൻ കഴിയുള്ളൂ. അല്ലാത്തവർക്ക് എങ്ങനെയാണ് സ്വർഗത്തെ മോഹിക്കാൻ കഴിയുക? അള്ളാഹുവേ, നിന്റെ അടുക്കൽ എനിക്കൊരു ഭവനം വേണം. പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നുണ്ട്, സ്വർഗത്തിനും മുമ്പ് അള്ളാഹുവിന്റെ അയൽപ്പക്കമാണ് ആസിയ ബീവി ചോദിച്ചത്. എന്നിട്ട് ദുആ ചെയ്യുന്നു, അള്ളാഹു എന്നെ നീ രക്ഷിക്കണം, ഫിർഔനിൽ നിന്നും അവന്റെ ക്രൂരകൃത്യങ്ങളിൽ നിന്നും അവന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും നീ എന്നെ രക്ഷിക്കണേ. വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ, അക്രമകാരികളായ ഈ ജനവിഭാഗത്തിൽ നിന്നും നീ എനിക്ക് രക്ഷ നൽകണേ എന്ന് പ്രാർത്ഥിച്ച ആസിയ ബീവി ആ ഒരു വിശ്വാസം ഇറങ്ങിയപ്പോൾ ഉണ്ടായ മാറ്റത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു മാറ്റം നമുക്ക് സാധ്യമായിട്ടുണ്ടോ? ദുനിയാവിന്റെ ഏതെങ്കിലും ഒരു അനുഗ്രഹം പരലോകത്തിന് വേണ്ടി വേണ്ടെന്ന് വെക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? നമ്മളത് ചിന്തിക്കേണ്ടതാണ്. എനിക്കത് വേണ്ട, എന്റെ റബ്ബിനത് ഇഷ്ടപ്പെടില്ല എന്ന് തീരുമാനമെടുക്കാനുള്ള ഉൾക്കരുത്തുണ്ടാകുമ്പോഴാണ് വിശ്വാസം ഹൃദയത്തെ സ്പർശിച്ചു എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ. മഹദി മറിയം ബീവിയുടെ ചരിത്രവും അതേ പ്രകാരം തന്നെയാണ്. മറിയം ബീവിയെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നു, രണ്ടാമത് അല്ലാഹു ഉദാഹരിക്കുന്നത് മറിയം ബീവിയാണ്. അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? അവർ തന്റെ ചാരിത്രത്തെ കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം മറിയം ബീവിയുടെ ചരിത്രം. അവരുടെ മാതാപിതാക്കള് ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനത്തിന് വേണ്ടി നേർച്ചയാക്കി. അങ്ങനെ ഒരു കുഞ്ഞ് വളർന്നു വന്നു. അതൊരു പെൺകുട്ടിയായിരുന്നു. ചരിത്രമെല്ലാം നമുക്കറിയാം. സക്കരിയ അലൈഹിസ്സലാമിന്റെ ശിക്ഷണത്തില് ബൈത്തുൽ മുഖദ്ദസില് അവര് ആ പരിപാലനത്തിൽ അവർ ജീവിക്കുമ്പോ ഒരിക്കലും സക്കരിയ അലൈഹിസ്സലാം അവരുടെ അടുത്തേക്ക് കടന്നു പോകുന്നുണ്ട്. ആ സമയത്ത് മറിയം ബീവിയുടെ മുന്നില് ആ നാട്ടിലൊന്നും കാണാത്ത ഭക്ഷണ വിഭവങ്ങൾ കാണുന്നുണ്ട്. അത്ഭുതത്തോടെ സക്കരിയ അലൈഹിസ്സലാം ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ എവിടെ നിന്നാണ്? കിട്ടാൻ സാധ്യതയില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങള്. മറിയം ബീവി ആകാശത്തേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. അത്രത്തോളം അള്ളാഹു സ്നേഹിച്ച് അള്ളാഹുവിന്റെ പ്രത്യേകമായ സ്നേഹ പരിലാളനയിൽ വളർന്നു വന്ന മറിയം ബീവി. അത് കാണുമ്പോഴാണ് വാർദ്ധക്യത്തിലെത്തിയ സക്കരിയ അലൈഹിസ്സലാമിന് ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വല്ലാത്ത ഒരു നെഞ്ചുറപ്പുണ്ടാകുന്നത്. ചില അത്ഭുതങ്ങൾ കാണുമ്പോ നമ്മൾ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു പോകുമല്ലോ. പറഞ്ഞു വന്നത്, അപ്രകാരം ലഭിക്കപ്പെട്ട അനുഗ്രഹങ്ങളിൽ ലഭിക്കപ്പെട്ട് വളർന്നു വലുതായി അവസാനം അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം ഒരു പുരുഷനാൽ സ്പർശിക്കപ്പെടുക പോലും ചെയ്യാതെ ഗർഭിണിയായ ചരിത്രം നമുക്കറിയാം. ഒരു പുരുഷന്റെ സ്നേഹലാളനകൾ ലഭിച്ചിട്ടില്ല, ഒരു പുരുഷന്റെ സ്പർശനം അനുഭവിച്ചിട്ടില്ല. പക്ഷെ ഒരിക്കലും അവര് അതിര് കവിഞ്ഞു പോയിട്ടില്ല, തോന്നിവാസങ്ങളിലേക്ക് കടന്നു പോയിട്ടില്ല. പുതിയ സമൂഹത്തിന് വലിയ പാഠങ്ങളുണ്ടതില്. അവരിന്ന് ആസ്വദിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നൊരു സമൂഹമായിട്ട് മാറുമ്പോൾ മറിയം ബീവിയുടെ ചരിത്രം നമ്മൾ ഓരോരുത്തരും ഓർത്തെടുക്കേണ്ടതുണ്ട്. എന്തിന് പുതിയ സമൂഹത്തെ പറയണം? മുതിർന്ന യുവതികളുടെയും മുതിർന്ന സ്ത്രീകളുടെയും ഗതി എന്താ? മൊബൈൽ ഫോണിന്റെ അകത്തളങ്ങളിലെ ചാറ്റ് റൂമുകളില് കാല് വഴുതിപ്പോയ എത്രയെത്ര
ഹതഭാഗ്യവതികളുണ്ട്. സ്വന്തം ഭർത്താവിൽ നിന്നും ഒരു സ്നേഹത്തിന്റെ വാക്ക് കേൾക്കാത്തതിന്റെ പേരില് അന്യപുരുഷന്മാരുടെ വാക്കുകൾക്ക് തലവെച്ചു കൊടുത്ത് വൃത്തികേടുകളിലൂടെ ജീവിക്കുന്ന എത്രയെത്ര പേരുകളുണ്ട്, എത്രയെത്ര ആളുകളുണ്ട്. എന്റെ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അതിന് ഉദാഹരണങ്ങൾ പറയാൻ എനിക്ക് കഴിയില്ല. പക്ഷേ 40ഉം 45ഉം വയസ്സായിട്ട് അന്യപുരുഷന്മാരോട് അല്ലെങ്കിൽ അന്യ സ്ത്രീകളോട് ഇത്തരം വേണ്ടാത്ത ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന പലരെ കുറിച്ചും നേരിട്ടറിയാവുന്നതിന്റെ പേരിലാ പറയുന്നത്. അവിടെയാണ് മറിയം ബീവി നമുക്ക് മാതൃകയാകുന്നത്. ഒരു പുരുഷന്റെ സ്പർശനമേൽക്കാതെ, സ്നേഹത്തിന്റെ ഒരു വാക്ക് പോലും കേൾക്കാൻ അവസരമില്ലാതെ ജീവിച്ചിട്ടും അവർ തന്റെ ചാരിത്ര ശുദ്ധിയെ കാത്തു സൂക്ഷിച്ച മഹൽ വ്യക്തിത്വമാണ്. അവരാണ് വിശ്വാസികൾക്ക് മാതൃക. മനുഷ്യൻ വളരെ പെട്ടെന്ന് വഴുതിപ്പോകുന്ന ഒരു മേഖലയാണ്. അവിടെ അള്ളാഹുവിനെ ഭയപ്പെട്ട് വിശ്വാസത്തെ മുറുകെ പിടിച്ച് ജീവിച്ചു. മാത്രമല്ല, അവരുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു പാഠമുണ്ട്. അതെന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞുനാളില് കൈവെള്ളയിലേക്ക് ഭക്ഷണം ഇറക്കി കൊടുത്തുറപ്പ് നിറഗർഭിണിയായ സമയത്ത്, പ്രസവ വേദനയുടെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് അല്ലാഹു അവരോട് കൽപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഒരു ഇറുക്ക് വെള്ളമില്ല, ഒരു അല്പം ഭക്ഷണമില്ല, ആരും അവരെ ഒന്ന് പരിചരിക്കാനില്ല. അപ്പൊ അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കാനും അതോടൊപ്പം തന്നെ ഈത്തപ്പനമരം പിടിച്ചു കുലുക്കാനും അല്ല പറയുന്നത്. അള്ളാഹ്ക്ക് എന്താ കൈവെള്ളയിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കാൻ പറ്റാത്തോണ്ടാണോ? അല്ല നേരത്തെ അങ്ങനെ കൊടുത്തുവല്ലോ. പക്ഷേ ഈ വേദന സഹിച്ചു നിൽക്കുന്ന പ്രസവ വേദനയുടെ കാഠിന്യം എന്താണ് നിങ്ങളോട് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ സമയത്ത് വളരെ കരുത്തുള്ള ഒരു മരം പിടിച്ച് കുലുക്കാൻ പറയുമ്പോ, അതിൽ നിന്ന് വീഴുന്ന ഈത്തപ്പഴങ്ങൾ എടുത്ത് ഭക്ഷിക്കാൻ പറയുമ്പോ അതിൽ വല്ലാത്തൊരു യുക്തിയുണ്ട്. ഞാനും നിങ്ങളും അറിയണം, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത് അത് അല്ലാഹുവിന് വേണ്ടി സ്വീകരിക്കാൻ, വിധിയിൽ സംതൃപ്തിപ്പെടാൻ നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കുക തന്നെ വേണം. എന്തിയപ്പന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയത് എന്ന് ചിന്തിക്കരുത് നമ്മള്. അല്ലാഹുവിന് അതിൽ നമ്മുടെ ജീവിതം കൊണ്ട് ഈ ഭൂമിയിൽ പൂർത്തീകരിക്കാൻ ചില കാര്യങ്ങളുണ്ട്. അതിൽ നമുക്കറിയാത്ത യുക്തി രഹസ്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും അതിന്റെ പരിണിത ഫലം അതിൽ ക്ഷമിക്കുന്നവർക്ക്, അതിൽ സഹിക്കുന്നവർക്ക്, അത് അല്ലാഹുവിന് വേണ്ടി ഇരു കയ്യും നീട്ടി സ്വീകരിക്കുന്നവർക്ക് നാളെ അല്ലാഹുവിന്റെ സ്വർഗത്തിലെ ഉന്നത സ്ഥാനമാനങ്ങളുണ്ട് എന്നുള്ള മഹത്തരമായ ഒരു പാഠമാണ്. അപ്പോഴാണ് മനസ്സിൽ ചലനങ്ങൾ ഉണ്ടാകുള്ളൂ. അല്ലാഹുവിന് വേണ്ടി ജീവിതത്തെ പാകപ്പെടുത്താൻ കഴിയുകയുള്ളൂ. അങ്ങനെ നമുക്ക് സാധ്യമാകണം എന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ഈ രൂപത്തിൽ നമുക്ക് മാറ്റം സാധ്യമാകണമെങ്കിൽ ആസിയ ബീവിയെ പോലെ, മറിയം ബീവിയെ പോലെ എനിക്കും നിങ്ങൾക്കും നമ്മുടെ ജീവിതത്തിലെ മാറ്റം സാധ്യമാക്കണമെങ്കിൽ വിശുദ്ധ ഖുർആൻ നമ്മുടെ മനസ്സിൽ അവതരിക്കണം. കേവല പാരായണം കൊണ്ടോ, കേവല മനഃപ്പാഠം കൊണ്ടോ, കേവലമായിട്ടുള്ള അതിന്റെ ആശയ പഠനം കൊണ്ടോ സാധ്യമാകാത്തത് നമുക്ക് സാധ്യമാകണമെങ്കിൽ വിശുദ്ധ ഖുർആൻ ഹൃദയത്തിൽ സ്പർശിക്കണം. അല്ലാഹുവിന്റെ ചോദ്യമില്ലേ, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ ഖുർആനിനെ കുറിച്ച് ഉറ്റാലോചിക്കുന്നില്ലേ? എന്താണ് ഉറ്റാലോചിക്കുക എന്ന് പറയുന്നത്? ഉറ്റാലോചിക്കുക എന്ന് പറയുന്നത് ഇത് അതിന്റെ ഗൗരവത്തോടെ ഈ ഭൂമിയിലേക്ക് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അവതരിപ്പിച്ച അള്ളാഹുവിന്റെ വചനങ്ങളാണത്. മറ്റേതെങ്കിലും ഒരു ആശയ പഠനം പോലെയല്ല, മറ്റേതെങ്കിലും ഒരു പുസ്തക പാരായണം പോലെയല്ല. ഇത് അള്ളാഹുവിന്റെ വചനങ്ങളാണ് എന്ന കൃത്യമായ ബോധ്യത്തോടെ നാം അതിനെ ഉൾക്കൊള്ളണം. നോക്കൂ, ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കപ്പെട്ട ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന്, കാരുണ്യം എന്താണ് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ലഭിക്കപ്പെട്ട ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾ എടുത്തു പറയും, അതൊക്കെ പടച്ചോന്റെ കാരുണ്യാണ്. പക്ഷെ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ കാരുണ്യം അള്ളാഹു നമുക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്നു എന്നുള്ളതാ. അള്ളാഹ് പറയുന്നില്ലേ, അത് അർ-റഹ്മാൻ, പരമകാരുണ്യകൻ. അള്ളാഹുവിന്റെ ഏറ്റവും വിശിഷ്ടമായ നാമങ്ങളിലൊന്ന് അല്ലേ അല്ലമൽ ഖുർആൻ. അല്ലാഹ് പറയാ, അവൻ നിങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹ് പറയാ ഖലഖൽ ഇൻസാൻ. അല്ലമൽ ഖുർആൻ എന്ന് പറഞ്ഞ ശേഷം റബ്ബ് പറയുന്നത് ഖലഖൽ ഇൻസാൻ, അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു. ഖുർആൻ പഠിപ്പിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു. അല്ലമഹുൽ ബയാൻ, അതിന്റെ ബയാനും അതിന്റെ വിശദീകരണവും അവനെ പഠിപ്പിച്ചു. അതിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളാനുള്ള കരുത്തോടു കൂടിയും
അവനെ സൃഷ്ടിച്ചവനാണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ അതല്ലാത്ത രൂപത്തില് അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ ഒരു വിജ്ഞാനം ലഭിക്കപ്പെടാത്ത രൂപത്തിൽ ഞാനും നിങ്ങളും ഭൂമിയിൽ ജീവിച്ചിരുന്നുവെങ്കിൽ മറ്റേതെങ്കിലും ഒരു ജീവിയെ പോലെ മണ്ണടിഞ്ഞു പോകാൻ മാത്രമുള്ളവരായി മാറുമായിരുന്നു. പക്ഷെ നമുക്ക് ജീവിത ലക്ഷ്യമുണ്ട്. ഇവിടെ അള്ളാഹുവിന് വേണ്ടി ജീവിതത്തെ പാകപ്പെടുത്തുമ്പോൾ ഈ നശ്വരമായ ജീവിതത്തിൽ നിന്നും കടന്നുപോയാൽ ഒരിക്കലും തീരാത്ത ഒരു ജീവിതം അള്ളാഹുവിന്റെ കൂടെ സ്വർഗത്തിൽ ലഭിക്കപ്പെടുമെന്നുള്ള ആ ഒരു പരമമായ വിജ്ഞാനം പകർന്നു നൽകിക്കൊണ്ട് എന്നെയും നിങ്ങളെയും ഭൂമിയിൽ സൃഷ്ടിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കപ്പെട്ട ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനെ തിരിച്ചറിയുമ്പോഴാ അത് മനസ്സിൽ അവതരിച്ചു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുള്ളൂ. ആ മനസ്സിൽ അവതരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും പ്രകമ്പനങ്ങൾ ഉണ്ടാകണം. എങ്ങനെയാണത്? അതാ പറയുന്നുണ്ടല്ലോ, വിശുദ്ധ ഖുർആൻ അവതരിച്ചതൊരു പർവ്വതത്തിന്റെ മുകളിലായിരുന്നെങ്കിൽ ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിയൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാഹ്. ഈ വിശുദ്ധ ഖുർആനിന്റെ അവതരണം ഉണ്ടായത് ഒരു മഹാപർവ്വതത്തിന്റെ മുകളിലായിരുന്നുവെങ്കിൽ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അത് പൊട്ടിപ്പിളരുന്നത് നിനക്ക് കാണാമായിരുന്നു. അല്ലേ? ഇങ്ങനെയാ അതിന്റെ തദബ്ബുർ സാധ്യമാകേണ്ടത്. ഇത് നിങ്ങളുടെ നെഞ്ചകത്തിലേക്ക് പ്രവേശിച്ചിട്ട് നിങ്ങൾക്കൊരു കുലുക്കുണ്ടായോ മനുഷ്യരെ? അത് വേണ്ടെന്ന് വെക്കാൻ, ഇത് വേണ്ടെന്ന് വെക്കാൻ നമുക്ക് സാധ്യമായോ? നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളല്ലേ, പറഞ്ഞാ കേൾക്കൂല, എന്നിട്ട് അങ്ങോട്ട് അഴിച്ചു വിട്ടേക്കാണ്. അങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ, എങ്ങനെ ഇതൊക്കെ സഹിക്കാൻ കഴിയ എന്നൊക്കെ പറഞ്ഞിട്ട് ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ പരാതി പറയുന്ന മനുഷ്യരായിട്ട് നമ്മൾ മാറിയിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ നെഞ്ചിൽ അവതരിച്ചിട്ട് അവിടെ ഒരു കിടുക്കമുണ്ടായെങ്കിൽ നമ്മൾ അത്തരക്കാരായി മാറുകയില്ല. തുടർന്ന് അല്ലാഹു ഇങ്ങനെ പറയുന്നുണ്ട് സൂറത്ത് ഹശ്റിലെ, എനിക്ക് സമയമില്ലല്ലോ, അവനല്ലാതെ ഒരു ആരാധ്യനില്ല. ആലിമുൽ ഗൈബി വശ്ശഹാദ, അവൻ അദൃശ്യവും ദൃശ്യവും അറിയുന്നവനാ. കേവലം ഈ ഭൂമിയിലെ ജീവിതത്തെ കുറിച്ച് മാത്രം അറിയുന്ന മനുഷ്യരെ, ഈ മഹാപ്രപഞ്ചത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? അതിന്റെ ശേഷമുള്ള മറ്റൊരു ജീവിതത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? അതൊക്കെ ചിന്തിക്കുമ്പോഴാ തദബ്ബുർ സാധ്യമാകുന്നത് എനിക്കും നിങ്ങൾക്കും. പിന്നെ ഇങ്ങനെ അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നകൾ ഇങ്ങനെ വിശദീകരിക്കുകയാണ്. അവസാനം അല്ലാഹു പറയുന്നുണ്ട്, ലഹുൽ അസ്മാഉൽ ഹുസ്നാ യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. അവനെ പ്രകീർത്തിക്കണം, സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ കഴിയണം നമുക്ക്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിച്ചിട്ട് സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ കഴിയണം. ആ സുബ്ഹാനല്ലാഹ്ക്ക് വല്ലാത്തൊരു ആഴപ്പരപ്പുകളുണ്ട്. അത് പറയുമ്പോഴാ ഇഹത്തിലും പരത്തിലൊക്കെ നമുക്ക് സുരക്ഷ ലഭിക്കപ്പെടുക. അപ്രകാരം പറയാൻ സാധിക്കുമ്പോൾ, അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും കഴിഞ്ഞു പോയ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. എന്നിട്ട് വന്നുപോയ പാകപ്പിഴവുകളെ തിരുത്തുവാൻ തയ്യാറാകുക. അള്ളാഹുവിൻ്റെ സ്വർഗത്തെ വളരെയധികം അത്യുഗ്രഹമായ ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക. പടച്ച റബ്ബിന്റെ സ്നേഹം, അല്ലാഹു അൽ വദൂദാണ്, അവൻ നമ്മളെ സ്നേഹിക്കുന്നവനാണ്. അവന്റെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രകടഭാവം എന്താണെന്നറിയോ? അവൻ ഗഫൂറാണ്, അവൻ തവ്വാബാണ്, അവൻ അഫൂവാണ്. ഞാൻ അവസാനിപ്പിക്കുക, അല്ലാഹു നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു തരും. നമ്മൾ എത്ര വലിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും നോക്കൂ, അള്ളാഹുവിന്റെ നാമങ്ങൾ ഇങ്ങനെ പഠിക്കുമ്പോൾ, അസ്മാഉൽ ഹുസ്ന ഇങ്ങനെ പഠിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തില് എല്ലാ വേദനകളും മാഞ്ഞു പോവും. നമ്മുടെ എല്ലാവിധ ഭയപ്പാടുകളും ഇല്ലായ്മ ചെയ്യപ്പെടും. നിർഭയത്വം ലഭിക്കപ്പെടും, സമാധാനം ലഭിക്കപ്പെടും. അള്ളാഹുവിന്റെ നാമങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുമ്പോണ്ടല്ലോ, ഗഫൂർ, അള്ളാഹു നമ്മുടെ പാപങ്ങളെ മറച്ചു വെക്കുന്നവനാ. എന്നാൽ അഫൂവായ റബ്ബാണെന്നറിയോ? നമ്മുടെ എല്ലാ പാപങ്ങളും മായ്ച്ചു കളയുന്നവനാണ് അവൻ. എല്ലാ പാപങ്ങളും മായ്ച്ചു കളയുന്നവനാണ്. നാളെ പരലോകത്ത് വിചാരണ നേരിടുന്ന ഘട്ടത്തില് എന്റെയും നിങ്ങളുടെയും മുൻപിൽ നമ്മുടെ കർമ്മങ്ങൾ ഇങ്ങനെ പ്രദർശിപ്പിക്കപ്പെടുമത്രേ. അള്ളാഹു നമ്മളെ അത് ബോധ്യപ്പെടുത്തുകയാണ്, ഇതെല്ലാം നീ ചെയ്തതല്ലേ. ഭയപ്പാടോടെ നമ്മൾ പറയുമത്രേ, അല്ലാഹ് ഞാനത് ചെയ്തതാണ്, അതിന്റെ ശിക്ഷയെങ്ങാനും എനിക്ക് ലഭിക്കപ്പെടുമോ എന്ന് ഭയപ്പെടുന്ന നിമിഷത്തില് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് നമ്മൾ ചെയ്തു പോയ വലിയ വലിയ പാപങ്ങളെ കുറിച്ച് ഓർമ്മ വരുമെന്നാണ്.
ആ സമയത്ത് അത് മുന്നിൽ കാണാതെ വരുമ്പോ നമ്മൾ അല്ലാഹുവോട് ചോദിക്കും, റബ്ബേ ഇതെല്ലാം ഞാൻ ചെയ്ത നിസ്സാര കാര്യമല്ലേ? സ്വഹീഹായ ഹദീസിലൂടെ റസൂലുള്ള പഠിപ്പിക്കുന്ന കാര്യമാ, ഇതെല്ലാം ഞാൻ ചെയ്ത നിസ്സാര കാര്യമല്ലേ നാഥ? എവിടെയാണ് എന്റെ ആ വലിയ കർമ്മ, ആ തെറ്റ്, ആ വലിയ പാപം എവിടെന്ന് ചോദിക്കുമ്പോ അല്ലാഹു നമ്മളോട് ചിരിക്കുമെന്ന, അവനോട് മാപ്പ് ചോദിച്ച, അവന്റെ മഗ്ഫിറത്തിന് കൊതിച്ച, അവന്റെ സ്വർഗത്തിന് മോഹിച്ച, റബ്ബേ ദുനിയാവിലെ ജീവിതം നിസ്സാരമാണെന്ന ബോധ്യത്തോടെ അസിയാ ബീവിയെ പോലെ, മറിയം ബീവിയെ പോലെ സ്വർഗം മോഹിച്ച് നാദാ പൊറുക്കണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചവരുണ്ടല്ലോ. അവർക്ക് വേണ്ടി മലായിക്കത്തുകൾ ദുആ ചെയ്യും, അവരുടെ മക്കൾക്ക് വേണ്ടി മലായിക്കത്തുകൾ ദുആ ചെയ്യും. സൂറത്തുൽ ഫാത്തിറിൽ അതുണ്ട്. നമ്മൾ എടുത്തു നോക്കുക. എന്റെ സമയക്കുറവ് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ മലായിക്കത്തുകൾ ദുആ ചെയ്യും. റബ്ബ് നാളെ പരലോകത്ത് വെച്ച് നമ്മുടെ പാപങ്ങളെല്ലാം മായ്ച്ചു കളഞ്ഞ് എന്നിട്ട് അവസാനം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറയുന്ന അധന്യ നിമിഷത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ഏതേത് തിന്മകൾക്ക് മുൻപിലും അടിപതറാതെ നിൽക്കാൻ കഴിയുന്ന ആർജവമുള്ള ഒരു സ്ത്രീയാണ് ഞാനും നിങ്ങളുമെങ്കിൽ നന്മയുള്ള പൊന്നുമക്കളെ വളർത്താനും നമ്മളെ കൊണ്ട് സാധിക്കും. നാളെ അവരുടെ കൈപ്പിടിച്ച് മാതാപിതാക്കളെ ചേർത്ത് പിടിച്ച് ഇണകളോടൊപ്പം ഉല്ലസിച്ച് സ്വർഗപ്പൂന്തോപ്പിലേക്ക് കയറിപ്പോകാൻ, അല്ലാഹുവിന്റെ അടുക്കലേക്ക്, അവന്റെ അയൽപ്പക്കത്തേക്ക് എത്തിപ്പെടാനുള്ള മോഹത്തോടെ മരിച്ചു പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. അതിന് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങളെല്ലാം അവൻ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഏറ്റവും നല്ല മനുഷ്യരായിട്ട് അല്ലാഹുവേ ഏതേത് സാഹചര്യത്തിലും നിന്നെ ഭയപ്പെട്ടുകൊണ്ട് തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്ന സൽമനുഷ്യരായിട്ട് നീ ഞങ്ങൾ ഉയർത്തേണമേ റബ്ബേ. ഞങ്ങളുടെ പൊന്നുമക്കൾ, ഞങ്ങൾ ഓരോരുത്തരും മനസ്സ് വേവലാതിയോടെ ജീവിക്കുന്ന മാതാക്കളാണ് റബ്ബേ. ഞങ്ങളുടെ മക്കളെ നീ സൽപ്പാന്താവിൽ കാലുറപ്പിച്ചു നിർത്തേണമേ റബ്ബേ. ഞങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന പൊന്നുമക്കളെ ദീർഘകാലം നീ ഭൂമിയിൽ ബാക്കിയാക്കണമേ റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യാനും അവർക്ക് വേണ്ടി ഉന്നതമായ പ്രാർത്ഥനകൾ കരുതി വെക്കാനും കഴിയുന്ന സൽമക്കളായിട്ട് നീ ഞങ്ങളെ ഉയർത്തേണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ സ്ത്രീ ജനങ്ങളാണ്. നിന്റെ പ്രവാചകർ ഞങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. സ്ത്രീ സമൂഹമേ, നിങ്ങളുടെ സ്വർഗ നരകങ്ങൾ കണക്കാക്കുന്നതിൽ നിങ്ങളുടെ ഇണയുമായിട്ടുള്ള ബന്ധത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് അല്ലാഹുവേ ഇടറിപ്പോയിട്ടുണ്ട്, പതറിപ്പോയിട്ടുണ്ട്. അതെല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണമേ റബ്ബേ. ഞങ്ങൾക്കും ഞങ്ങളുടെ ഇണകൾക്കും ഇടയിൽ നീ സമൃദ്ധമായ നന്മയുടെ സ്നേഹം ഉണ്ടാക്കി തരണമേ റബ്ബേ. ഞങ്ങളുടെ മനസ്സിന്റെ സങ്കടങ്ങളെല്ലാം നീ മായ്ച്ചു കളയണമേ റബ്ബേ. അല്ലാഹുവേ, പരീക്ഷണങ്ങൾ തൊട്ട് നീ ഞങ്ങളെ അതിവിദൂരമാക്കണേ റബ്ബേ. നീ നിർബന്ധമാക്കിയ വല്ല പരീക്ഷണങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അത് സഹിക്കാനുള്ള ഉൾക്കരുത്ത് നൽകണമേ റബ്ബേ. അവസാനം നിന്നെ കാണാനുള്ള മോഹത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുവാനുള്ള ഭാഗ്യം നൽകണമേ റബ്ബേ. ഖബർ ശിക്ഷയെ തൊട്ടും നരക ശിക്ഷയെ തൊട്ടും നീ ഞങ്ങളെ അതിവിദൂരമാക്കണേ റബ്ബേ. അല്ലാഹുവേ, നിന്നെ കാണാനുള്ള ആ സ്വർഗീയ ഭാവനത്തില് ഏറ്റവും ഉല്ലാസകരമായ ജീവിതം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റബ്ബേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സർവതല സ്പർശിയായി പ്രഭാഷണം നടത്തിയ ആയിഷ സറമുക്കിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. വനിതാ സമ്മേളനത്തിൽ നന്ദി കൃതജ്ഞത നേർന്നുകൊണ്ട് നമ്മെ അഭിമുഖീകരിക്കുന്നത് ലൈല പാണ്ടിക്കാട് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വേദിയിലും സദസ്സിലും ഇരുന്നു കൊണ്ട് ഈ പ്രൗഢഗംഭീരമായ വനിതാ സമ്മേളനത്തെ ഭംഗിയാക്കിയ പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒറ്റവാക്കിൽ നിങ്ങളോട് നന്ദി പറയുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ള കർത്തവ്യം. ഇവിടെ പ്രൗഢഗംഭീരമായ 2 പ്രഭാഷണങ്ങൾ കേട്ടുകൊതി തീരാതെ, ആസ്വദിച്ച് മതിവരാതെ ഇതിലൂടെ കടന്നുപോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ 2 പ്രഭാഷണങ്ങളിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കുവാൻ ഇവിടെ സാക്ഷികളായിട്ടുള്ള എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, മക്കളെ വളർത്തുമ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും സ്ത്രീശക്തികളായ മഹിളാ രക്തങ്ങളുടെ മാതൃകകൾ പിൻപറ്റിക്കൊണ്ട് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കേണ്ടതിന്റെ അനിവാര്യതയെ സംബന്ധിച്ചും ചെറിയ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കിയുണ്ടായി. അതിനെല്ലാം നമ്മുടെ മുമ്പിലുള്ള ഏക വഴി എന്നുള്ളത് പരിശുദ്ധ ഖുർആനിന്റെ പഠനം തന്നെയാണ് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആൻ പഠിക്കുക, അത് വെറും പാരായണ ഗ്രന്ഥമാക്കി നമ്മൾ കാണാതെ അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഓരോ ആയത്തുകളും എന്നോട് എന്താണ് സംസാരിക്കുന്നത്